നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മോതിരക്കണ്ണയിൽ ജോസഫ് കരിപ്പായുടെ ഫിഷ് ഫാമിൽ മത്സ്യകൃഷി വിളവെടുപ്പായി. അങ്കമാലി LDF സ്ഥാനാർത്ഥി സാജു പോളിനെ വിജയിപ്പിക്കാനുള്ള ആഹ്വാനവുമായി ഇടതുപക്ഷ വനിതാ സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വനിതാ അസംബ്ലി സംഘടിപ്പിച്ചു. പാചകവാതക ക്ഷാമം തുടരുന്നതിനിടെ LPG സിലിണ്ടറുകളുടെ വില കുത്തനെ വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ വീണ്ടും കുതിപ്പ്. പവന് ഒറ്റയടിക്ക് 1440 രൂപയാണ് കൂടിയത്. വാർത്തകൾ വിശദമായി. മോതിരക്കണ്ണയിൽ ജോസഫ് കരിപ്പായുടെ ഫിഷ് ഫാമിൽ മത്സ്യകൃഷി വിളവെടുപ്പായി. വീട്ടുപറമ്പിലെ 3 കുളങ്ങളിലായി 2.5 ഏക്കർ സ്ഥലത്താണ് ജോസഫിന്റെ മത്സ്യകൃഷി. വാള, തിലോപ്പി, നെക്ടർ എന്നീ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളാണ് കൃഷി ചെയ്യുന്നത്. 7 വർഷത്തോളമായി ജോസഫ് മത്സ്യകൃഷി ആരംഭിച്ചിട്ട് പല്ലറ്റ് രൂപത്തിൽ ലഭിക്കുന്ന കൃത്രിമ തീറ്റയാണ് മീനിന് നൽകുന്നത്. 6 മാസം കൊണ്ട് ഓരോ മത്സ്യവും 300 ഗ്രാമോളം തൂക്കം വരും. ഞാനിവിടെ ഏകദേശം ഒരു 7 വർഷമായി മീൻ കൃഷി തുടങ്ങിയിട്ട്. ആദ്യമെല്ലാം നല്ല നിലയ്ക്കാണ് പോയിരുന്നത്. പിന്നെ ഇടക്കാലം വെച്ച് കോവിഡിന് ശേഷം നമുക്ക് വന്നിരുന്ന സീഡും ഫീഡും രണ്ടും നമ്മളെ ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടിലാക്കിയിരുന്നു. ഒരിടക്കാലം വെച്ച് മീൻ കൃഷി നിർത്തേണ്ടതായിട്ടും വന്നു. പിന്നീട് ഇപ്പോൾ വീണ്ടും നമ്മൾ ഫൈറ്റ് ചെയ്ത് വീണ്ടും തുടർച്ച എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഫീൽഡിൽ ഇപ്പോൾ കാര്യമായിട്ട് ആരും മീൻ കൃഷി ചെയ്യുന്നില്ല ഈ മേഖലയിൽ. കോവിഡ് കാലത്ത് കൃഷി മുടങ്ങിയിരുന്നു. ഗുണനിലവാരമുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ കിട്ടാതായതും മത്സ്യത്തീറ്റയ്ക്ക് ക്ഷാമം നേരിട്ടതുമായിരുന്നു കോവിഡ് കാലത്തുണ്ടായ പ്രതിസന്ധികൾ തരണം ചെയ്ത് ഇപ്പോൾ കൃഷി മുന്നേറുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം മത്സ്യകൃഷിയെയും ബാധിക്കുന്നതായി ജോസഫ് പറഞ്ഞു. ഫീഡിന്റെ പ്രോബ്ലമാണ്. പിന്നീട് നമുക്ക് കിട്ടുന്ന മീൻ കുഞ്ഞുങ്ങളും ക്വാളിറ്റി ഇല്ല. അതിന് പിന്നെ കാലാവസ്ഥയിലും ഗണ്യമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട്. ചൂട് ക്രമാതീതമായിട്ട് കൂടിയിരിക്കുകയാണ്. എങ്കിൽ പോലും ഞാൻ ഈ വർഷവും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ മീൻ വീണ്ടും ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എന്നെ വന്ന് സഹായിക്കുക. മീൻ വാങ്ങിച്ച് ഇത്രയും നാൾ നമുക്ക് തന്ന സഹകരണത്തിന് വളരെ നന്ദി പറയുന്നു എല്ലാവരോടും. മീന കുഴപ്പമൊന്നുമില്ല, രുചിയുണ്ട്. വിഷല്ലല്ലോ ഇതില്. മറ്റേ മീനൊക്കെ വിഷല്ലേ പറഞ്ഞു. ഇവിടെ അതൊന്നും ഇല്ലല്ലോ. കരിപ്പായി ജോസഫിന്റെ ഫാമിൽ നിന്നും ഇന്ന് മീൻ വിൽപ്പന ആരംഭിക്കുന്നതാണ്. തികച്ചും ആധുനിക രീതിയിൽ മത്സ്യകൃഷി ചെയ്തിട്ടുള്ള ജോസഫ് ഈ പ്രദേശത്തെ നല്ല ഒരു കർഷകന്റെ മകനാണ്. ജോസഫും അതുപോലെ തന്നെ നല്ലൊരു കർഷകനാണ്. ഈ സംരംഭം കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ നാടിന് നല്ല മത്സ്യം സംഭാവന ചെയ്യാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്ന ഈ മത്സ്യം തികച്ചും വിഷാംശങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിലാണ് അദ്ദേഹം ഉൽപ്പാദിപ്പിക്കുന്നത്. സത്യസന്ധനായ ഒരു കർഷകന്റെ മകനാണ് അദ്ദേഹം. അത് തന്നെ പാരമ്പര്യമായിട്ടും തുടർന്നു പോകുന്നു. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബിജു എസ് റൈത്ത് കോടശ്ശേരി കൊടകര പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. രാവിലെ എലഞ്ഞിപ്രയിൽ CITU നേതാവ് EA ജയതിലകൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ചൌക്ക,
കുട്ടി ഷാപ്പ്, വെസ്റ്റ് നായരങ്ങാടി, വായനശാല, കലിക്കൽ വെസ്റ്റ് എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. ഓരോ കേന്ദ്രത്തിലും സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനെത്തി. വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണ യോഗങ്ങളിൽ MS സുനിത, TR ബാബു, CK ശശി എന്നിവർ സംസാരിച്ചു. കൊടകര പഞ്ചായത്തിലെ ഓരോ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥിക്ക് ഉജ്ജ്വല സ്വീകരണം നൽകി. പഴമ്പള്ളി സെന്റർ, പഴമ്പള്ളി ഗ്രൗണ്ട്, JTS സെന്റർ, കനകമല, വട്ടേക്കാട്, ചിറക്കഴ, മാത്തള സിറ്റി, വല്ലപ്പാടി ലക്ഷം വീട്, വല്ലപ്പാടി ആഴകം, ഗാന്ധിനഗർ, ഫ്രണ്ട്സ് നഗർ, കാവുന്തറ, മരത്തോമ്പിള്ളി, ചെറുവത്തൂർ ചിറ, പേരാമ്പ്ര, നാട്ടുകുന്ന്, ചെറുകുന്ന്, കൊപ്രക്കളം, പുലിപ്പാറ ലക്ഷം വീട്, കാരൂർ, പുത്തുകാവ്, ശക്തിനഗർ, വഴിയമ്പലം, ചക്കംകുറ്റി, മലക്കുളങ്ങര എന്നിവിടങ്ങളിൽ ഹൃദ്യമായി സ്വീകരണമാണ് ലഭിച്ചത്. വിവിധ കേന്ദ്രങ്ങളിൽ നേതാക്കളായ KS അശോകൻ, CV ജോഫി, PR പ്രസാദൻ, അഡ്വക്കേറ്റ് PA മാത്യു, ജെയിംസ് ചാക്കോ, ബബീഷ്, ജനീഷ് P ജോസ് എന്നിവർ സംസാരിച്ചു. അതിജീവന സമര പോരാട്ടത്തിൽ നഴ്സുമാർക്കൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആംബുലൻസ് ഓണേഴ്സ്, ക്യാപ്റ്റൻസ്, ടെക്നീഷ്യൻസ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലെ നഴ്സുമാർ നടത്തിവരുന്ന സമരത്തിന് ആംബുലൻസ് ഓണേഴ്സ്, ക്യാപ്റ്റൻസ്, ടെക്നീഷ്യൻസ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. തൃശൂർ ജില്ലാ മുൻ പ്രസിഡന്റ് പ്രമോദ് K അയ്യന്നൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് പ്രബീനൻ ചുണ്ടലപ്പറമ്പിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഖിൽ, അതുൽ കൃഷ്ണ, രജീഷ്, സ്റ്റെഫിൻ, പിഷോൺ, സൗരവ് തുടങ്ങിയവർ പങ്കെടുത്തു. അങ്കമാലിയിലെ LDF സ്ഥാനാർത്ഥി സാജു പോളിനെ വിജയിപ്പിക്കാനുള്ള ആഹ്വാനവുമായി ഇടതുപക്ഷ വനിതാ സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വനിതാ അസംബ്ലി സംഘടിപ്പിച്ചു. അസംബ്ലിക്ക് മുന്നോടിയായി ടൗണിൽ വനിതാ റാലിയും നടന്നു. അസംബ്ലി CPM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി ഉദ്ഘാടനം ചെയ്തു. AIYF സംസ്ഥാന കമ്മിറ്റി അംഗം രേഖ ശ്രീജേഷ് അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം K തുളസി ടീച്ചർ, കേരള മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ലീലാമ രാജൻ, അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ജിഷ ശ്യാം, അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജി വർഗീസ്, അങ്കമാലി നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ വിനിത ദിലീപ്, CPM ഏരിയ കമ്മിറ്റി അംഗം ഗ്രേസി ദേവസി എന്നിവർ പ്രസംഗിച്ചു. For the people and poor people of Kerala, but for the whole of India. My dear sisters and brothers, UDF people, they are going mad now. Then we have to understand this. 10 സ്കൂൾ അവർ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു. പക്ഷേ അവിടുത്തെ MLA പ്രദീപ് അവിടെ നേതൃത്വം നിയമസഭ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വമ്പൻ വാഗ്ദാനങ്ങളുമായി പ്രകടന പത്രിക പുറത്തിറക്കി NDA. പാവപ്പെട്ടവർക്ക് 2500 രൂപയുടെ പ്രതിമാസ ഭക്ഷ്യ ആരോഗ്യ സുരക്ഷാ കാർഡ്, ദീർഘകാല കേരളത്തിന്റെ ആവശ്യമായ എയിംസ് യാഥാർത്ഥ്യമാക്കും എന്നിവയാണ് പ്രധാന വാഗ്ദാനങ്ങൾ. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് 1 വർഷം 2 സൗജന്യ LPG സിലിണ്ടറുകൾ, ഓരോ വീട്ടിലും പ്രതിമാസം 20,000 ലിറ്റർ സൗജന്യ കുടിവെള്ളം, ക്ഷേമ പെൻഷൻ 3000 രൂപ നൽകും. തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽ ശൃംഖല യാഥാർത്ഥ്യമാക്കും. മെട്രോമാൻ E ശ്രീധരൻ തയ്യാറാക്കിയ പദ്ധതിയിൽ ചെറിയ മാറ്റങ്ങളോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുക. തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ സർവീസ് തുടങ്ങിയവയാണ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ. ദേവസ്വം ബോർഡ് പുനഃസംഘടിപ്പിക്കും. ശബരിമല കേസിൽ CBI അന്വേഷണം ഉറപ്പാക്കും എന്നതാണ് മറ്റൊരു വാഗ്ദാനം. സാധാരണക്കാർക്കും തീരദേശ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കും പ്രയോജനം ചെയ്യുന്ന പദ്ധതികളും പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളായുണ്ട്. പ്രകടന പത്രിക BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ പ്രകാശനം ചെയ്തു. ഇതാണ് മാറ്റം, ഇതാണ് വികസിത കേരളം എന്ന തലവാചകത്തോടെയാണ് BJPയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മേയർ VV രാജേഷ്, 2020 കോർഡിനേറ്റർ ചീഫ് സാബു ജേക്കബ്, BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളപ്പള്ളി തുടങ്ങിയവരും പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. പാചകവാതക ക്ഷാമം തുടരുന്നതിനിടെ LPG സിലിണ്ടറുകളുടെ വില കുത്തനെ വർദ്ധിപ്പിച്ചു. 19 കിലോയുടെ വാണിജ്യ സിലിണ്ടറിന് 195.50 രൂപയാണ് കൂടിയത്. പുതുക്കിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. LPGക്ക് പുറമെ പ്രീമിയം പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിലും വർധന വരുത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ 19 കിലോയുടെ വാണിജ്യ സിലിണ്ടറിന്
ഇപ്പോൾ 2078.50 രൂപയായി വർദ്ധിച്ചു. തിരുവനന്തപുരത്ത് 1912 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില. കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഹോട്ടൽ മേഖലയ്ക്ക് പുതിയ നിരക്ക് വലിയ തിരിച്ചടിയാകും. എന്നാൽ ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും കുതിപ്പ്. പവന് ഒറ്റയടിക്ക് 1440 രൂപയാണ് കൂടിയത്. 1,11,080 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 180 രൂപയാണ് കൂടിയത്. 13,885 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണിയിലുണ്ടായ അനിശ്ചിതത്വം സ്വർണ്ണവിലയെ കാര്യമായി തന്നെ സ്വാധീനിക്കുന്നുണ്ട്. ചൊവ്വാഴ്ച രാവിലെ സ്വർണ്ണവിലയിൽ ഇടിവുണ്ടായെങ്കിലും 2 തവണയായി വില ഉയർന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അസംസ്കൃത എണ്ണ വില കുറഞ്ഞപ്പോഴാണ് സ്വർണ്ണവില തിരിച്ചു കയറാൻ തുടങ്ങിയത്. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 1,26,920 രൂപയായിരുന്നു പവൻ വില. പിന്നീടുള്ള ദിവസങ്ങളിൽ വില താഴുകയായിരുന്നു. 3 ആഴ്ചയ്ക്കിടെ 26,000 രൂപയിലേറെ ഇടിഞ്ഞ് 1 ലക്ഷത്തിൽ താഴെ എത്തിയ ശേഷമാണ് വില തിരിച്ചു കയറിയത്. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. ലോക്സഭയിൽ അവതരിപ്പിച്ച ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ബിൽ പുതിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. NGOകൾ വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്നതും ഉപയോഗിക്കുന്നതും നിയന്ത്രിക്കുന്ന നിയമത്തിൽ കേരളത്തിലെ ക്രിസ്ത്യൻ സഭയുടെ ഭാഗത്തു നിന്നും എതിർപ്പ് ശക്തമാണ്. ബിൽ നിയമമായാൽ അത് ന്യൂനപക്ഷ സമുദായങ്ങളുടെ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള നീക്കമാകുമെന്നാണ് LDFും പ്രതിപക്ഷമായ കോൺഗ്രസും ആരോപിക്കുന്നത്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബില്ലിനെതിരെ കോൺഗ്രസും ഇടതുപക്ഷവും BJPക്കെതിരെ ആയുധമാക്കിയിരിക്കുകയാണ്. വിദേശ ഫണ്ട് വിനിയോഗത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ബിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയിൽ ബുധനാഴ്ച ചർച്ചയ്ക്കെടുത്തില്ല. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്നത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു വിദേശ സംഭാവന നിയന്ത്രണ നിയമമാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് വേണ്ടി ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായിയാണ് FCRA ബിൽ അവതരിപ്പിച്ചത്. 2010 വിദേശ സംഭാവന നിയന്ത്രണ നിയമം ഭേദഗതി ചെയ്യുന്നതാണിത്. NGOകൾ വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്നതും ഉപയോഗിക്കുന്നതും നിയന്ത്രിക്കുന്നതാണ് ഈ നിയമം. വിദേശത്ത് നിന്നെത്തുന്ന പണം ദേശീയ താൽപര്യത്തെയോ പൊതുക്രമത്തെയോ ദേശീയ സുരക്ഷയെയോ പ്രതികൂലമായി ബാധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതാണ്. 2016, 2018, 2020 വർഷങ്ങളിൽ 3 തവണ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട്. പ്രതിവർഷം ഏകദേശം 22,000 കോടി രൂപ ലഭിക്കുന്ന ഏകദേശം 16,000 അസോസിയേഷനുകൾ ഈ നിയമത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്ക്. നിയമം ലംഘിക്കുന്ന സംഘടനകളുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള അനുമതികൾ റദ്ദാക്കാനും അവരുടെ വിദേശ ഫണ്ട് മരവിപ്പിക്കാനും സർക്കാരിന് അധികാരമുണ്ട്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും പുതിയ ഭേദഗതി അനുസരിച്ച് ലൈസൻസ് റദ്ദാക്കപ്പെട്ടാൽ NGOകളുടെ ആസ്തികൾ സർക്കാർ ഏറ്റെടുക്കുകയും മറ്റു നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരികയും ചെയ്യും. അന്വേഷണത്തിന്റെ ഭാഗമായി നടപടിക്രമങ്ങൾ കർശനമാക്കാനും സാധ്യത കൂടുതലാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് FCRA ലൈസൻസ് നൽകുന്നത്. FCRA സർട്ടിഫിക്കറ്റ് റദ്ദാക്കുകയോ നിർത്തലാക്കുകയോ ചെയ്താൽ വിദേശ സംഭാവനകളുടെയും ആസ്തികളുടെയും മേൽനോട്ടത്തിനും മാനേജ്മെന്റിനുമായി ഒരു നിയുക്ത അതോറിറ്റി സ്ഥാപിച്ചുകൊണ്ട് അത്തരം കേസുകൾക്ക് സമഗ്രമായ ഒരു ചട്ടക്കൂട് നൽകാൻ ഭേദഗതി നിർദ്ദേശിക്കുന്നുണ്ട്. ബിൽ പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണ് ബില്ലെന്നാണ് പ്രതിപക്ഷവും ചൂണ്ടിക്കാണിക്കുന്നത്. അഖില ഭാരതീയ ശിവസേനയുടെ 3ാമത് സംസ്ഥാന പ്രതിനിധി സമ്മേളനം അങ്കമാലിയിൽ നടന്നു. നെൽവയൽ ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് തുളസിദാസ് കളംകൊളി ഉദ്ഘാടനം ചെയ്തു. വർഗീയവാദികളെ കൂട്ടുപിടിച്ച് അധികാരം കൈയാളാൻ വെമ്പൽ കൊള്ളുന്നവരെയും ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരെ പ്രവർത്തിച്ചവരെയും പ്രവർത്തിക്കുന്നവരെയും പരാജയപ്പെടുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് തോപ്പിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സംഘടനാ സെക്രട്ടറി വിൻസെന്റ് ബാലുശ്ശേരി, ട്രഷറർ PV സജിത്ത്, ശിവസേന സംസ്ഥാന പ്രസിഡന്റ് മിഥുൻ രാജ്, എറണാകുളം ജില്ലാ പ്രസിഡന്റ് PV ലിനോയ്, രാഷ്ട്രീയകാര്യ സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രൻ മഞ്ഞപ്ര, സംസ്ഥാന ജനറൽ സെക്രട്ടറി ദിലീപ് ചെറുവള്ളി, സംസ്ഥാന സെക്രട്ടറി സുരാജ് ചെല്ലാംകോട് തുടങ്ങിയവർ സംസാരിച്ചു. ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിവിധ മതത്തിൽപ്പെട്ട ആളുകൾ, വിവിധ ജാതിയിൽപ്പെട്ട ആളുകൾ, അങ്ങനെ സമൂഹത്തിലെ ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ പാർട്ടിയാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ജനിച്ചു വളർന്നത് ഇന്ന മതത്തിലാണോ ആ മതത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നു. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം മതപ്രീണനമല്ല, മറിച്ച് ദേശീയതയിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന
ഒരുപറ്റം ആളുകളെ സൃഷ്ടിക്കുകയും ഈ രാജ്യത്ത് പടർന്നു പന്തലിക്കുന്ന ഒരു പ്രതിഭാസമുണ്ട്. ഇന്ത്യ എന്ന രാജ്യം നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ കേരളം എന്നുള്ള ഈ സംസ്ഥാനം നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായിക്കൊണ്ട് പണമാണ് തീരുമാനിക്കുന്നത്. ഈസ്റ്റർ വിഷു എന്നിവ പ്രമാണിച്ച് കേരള ഖാദി ഗ്രാമ വ്യവസായി ബോർഡ് ഖാദി തുണിത്തരങ്ങൾക്ക് പ്രത്യേക റിബേറ്റ് നൽകുന്നു. ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 14 വരെയുള്ള തീയതികളിൽ ഖാദി തുണിത്തരങ്ങളുടെ ചില്ലറ വിൽപ്പനയ്ക്ക് 30% റിബേറ്റ് ലഭിക്കും. ഖാദി കോട്ടൺ, സിൽക്ക്, സ്പൺ സിൽക്ക് തുണിത്തരങ്ങളുടെ വിൽപ്പനയ്ക്കാണ് റിബേറ്റ് ലഭിക്കുക. ചാലക്കുടി പുഴ പാലത്തിൽ എറണാകുളം ഭാഗത്തേക്കുള്ള പാലത്തിന് താഴെ പുഴയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി. പാലത്തിന് മുകളിലിരിക്കുന്ന സൈക്കിൾ കണ്ടതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് ആളെ കണ്ടെത്തിയത്. പേരാമ്പ്ര സ്വദേശി 38 വയസ്സുള്ള പ്രജിന്റേതാണ് മൃതദേഹം എന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. ചാലക്കുടി അഗ്നിരക്ഷാ നിലയം സ്റ്റേഷൻ ഓഫീസർ ബി രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ സേനാംഗങ്ങൾ പുഴയിലിറങ്ങി നടത്തിയ തിരച്ചിലിലാണ് പുഴയിൽ താഴ്ന്നു കിടന്നിരുന്ന മൃതദേഹം കണ്ടെത്തിയത്. താഴൂർ നായരങ്ങാടി പുതുശ്ശേരി വടാശ്ശേരി പരേതനായി കുഞ്ഞുവറീത് ഭാര്യ റോസി നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10:30 താഴൂർ സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മോതിരക്കണ്ണയിൽ ജോസഫ് കരിപ്പായുടെ ഫിഷ് ഫാമിൽ മത്സ്യകൃഷി വിളവെടുപ്പായി. അങ്കമാലിയിലെ LDF സ്ഥാനാർത്ഥി സാജു പോളിനെ വിജയിപ്പിക്കാനുള്ള ആഹ്വാനവുമായി ഇടതുപക്ഷ വനിതാ സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വനിതാ അസംബ്ലി സംഘടിപ്പിച്ചു. പാചകവാതക ക്ഷാമം തുടരുന്നതിനിടെ LPG സിലിണ്ടറുകളുടെ വില കുത്തനെ വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ വീണ്ടും കുതിപ്പ്. പവന് ഒറ്റയടിക്ക് 1440 രൂപയാണ് കൂടിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.